CPIM നേതാവ് KJ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി എറണാകുളം സെഷൻസ് കോടതി. നടപടി ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ്. തനിക്കെതിരെയുള്ള ആരോപണത്തിൽ ഗൂഢാലോചന പറവൂർ കേന്ദ്രീകരിച്ചെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA പറഞ്ഞു. വിജിത ചേരുന്നു വിവരങ്ങളുമായി. വിജിത, പറവൂർ കേന്ദ്രീകരിച്ചൊരു ഗൂഢാലോചന KN ഉണ്ണികൃഷ്ണൻ MLAക്ക് നേരെ നടന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതല്ലേ? കാരണം അദ്ദേഹത്തിന്റെ പേരും ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണം തന്നെ ആരംഭിച്ചത്. എന്തൊക്കെയാണ് MLA സൂചിപ്പിച്ചത്? അതോടൊപ്പം ഈ കേസിനെ സംബന്ധിച്ചുള്ള നിലവിലെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ. സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയാണ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്നാം പ്രതിയായിട്ട് KS ഗോപാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഷാജഹാൻ എന്ന് പറയുന്ന പ്രതിപക്ഷ ചാനലിന്റെ ഉടമ ഷാജഹാൻ, കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന യാസർ. ഇങ്ങനെ 3 പേരെയാണ് കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്ത് 3 പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 പേർക്കും നിലവിൽ ഹാജരാവാനായി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. KJ ഷൈന്റെ ഈ അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് 3 പേരോടും ഹാജരാവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഗോപാലകൃഷ്ണൻ സെഷൻസ് കോടതിയെ സമീപിക്കുകയുണ്ടായത്. മുൻകൂർ ജാമ്യാപേക്ഷ തേടിയാണ് കോടതിയെ സമീപിച്ചത്. അതിലാണ് ഇപ്പോൾ ഈ ഒരു എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നിലവിൽ കോടതി ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇനി ഇക്കാര്യത്തിൽ സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഷാജഹാനോടും ഈ യാസറിനോടും ഹാജരാവാനായി നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ യാസർ എന്ന് പറയുന്ന ആൾ വിദേശത്താണ്, അതുകൊണ്ട് ഹാജരാകാൻ സാധ്യതയില്ല. ഈ ഷാജഹാനോടും ഇത്തരത്തിൽ ഹാജരാവാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മുൻപ് DYSP ആണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത്. DYSPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവരുടെ 3 പേരുടെ ഷാജഹാന്റെ വീട്ടിലേക്കും ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്കുമെല്ലാം വലിയ രീതിയിലുള്ള അന്വേഷണം എത്തിയിരുന്നു. എന്തായാലും ഇവരുടെ 3 പേരുടെ വീട്ടിലും പരിശോധന, 2 പേരുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ഷാജഹാന്റെ വീട്ടിൽ നിന്നും ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണുകളടക്കം ിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ് ഇട്ടത് ഈ പറയുന്ന ഷാജഹാന്റെ ഫോണിൽ നിന്നാണോ എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധനയെല്ലാം നടത്തിയിരുന്നത്. ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ പ്രാദേശിക നേതാവാണ് പറവൂരിലെ. അപ്പോൾ പ്രാദേശിക നേതാവിന്റെ വീട്ടിലേക്ക് അന്വേഷണം നടത്തുകയും എന്നാൽ അയാൾ ഒളിവിലാണ് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ ഒരു ഫോൺ അല്ലെങ്കിൽ ഫോണിന്റെ ലൊക്കേഷൻ എല്ലാം വെച്ചാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഫോൺ ഉള്ളതെന്ന കാര്യം മനസ്സിലാക്കി അന്വേഷണം നടത്തുന്നത്. തുടർന്നാണ് അവിടെ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അത് അതിന്റെ വഴിക്ക് അന്വേഷണം നടത്തുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെറ്റയോട് വിവരങ്ങൾ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റുമായി, വിവാദ പോസ്റ്റുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മെറ്റയോട് വലിയ രീതിയിൽ വിവരങ്ങൾ തേടിയിരുന്നു പോലീസ്. എന്തായാലും അക്കാര്യത്തിലും മെറ്റ വിവരങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൃത്യമായി ഏതൊക്കെ കോളുകളിൽ നിന്നാണ് പോസ്റ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പോസ്റ്റിന് ചുവടെ കമന്റ് ഇട്ടവരുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളുമെല്ലാം മെറ്റ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ സൈബർ പോലീസ്, ആലുവ സൈബർ പോലീസ് കുറച്ചു പേരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കമന്റ് ബോക്സിന് താഴെ, അതായത് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടവരുടെ എല്ലാം കുറച്ചു പേരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവുമെല്ലാം വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് നടക്കുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോര് തന്നെയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നത് എന്ന് ഷൈൻ ആണെങ്കിലും KJ ഷൈൻ ആണെങ്കിലും, അതോടൊപ്പം ഇപ്പൊ കുറച്ചു മുൻപാണ് MLA ആയിട്ടുള്ള KC കൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. അപ്പൊ MLAയും ഇത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ ഒരു വിവാദത്തിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് പറവൂർ തന്നെയാണ്. പറവൂരിലാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസ് നേതാവിന്റെ ഫോണിൽ നിന്നാണ് ഇത്തരം ഒരു പോസ്റ്റ് പുറത്തു വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്കിടയിലെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺഗ്രസ് പോര് തന്നെയാണ് എന്ന കാര്യത്തിലേക്കെല്ലാം ഇത് ചൂണ്ടുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ഗോപാലകൃഷ്ണൻ MLA ഇക്കാര്യത്തിൽ ഒരു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള
ഈ ക്ഷമിക്കണം ഉണ്ണികൃഷ്ണൻ MLA പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കും DGPക്കും മുനമ്പം DYSPക്കും പറവൂർ SPക്കും ഒക്കെയാണ്. ഇവർക്കെല്ലാം പരാതി നൽകി വൈപ്പിൻ SPക്കും ഒക്കെയാണ് ഇവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. താൻ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ചിലർക്ക് അറസ്റ്റ് വാറണ്ട് നൽകിയിട്ടുണ്ട്. ചിലർ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ MLA പറയുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലെ ഭിന്നത ആണോ എന്ന് പാർട്ടിയാണ് പറയേണ്ടത് എന്നുള്ളത് കാര്യം കൂടി ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി. 5 വർഷത്തിലെ കർത്തവ്യത്തിനായി വന്ന ഒരാളാണ് താൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റി വേറെ ഒരാളെ കൊണ്ടുവന്നാലും ആ സീറ്റ് നഷ്ടപ്പെടുന്നില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങളെല്ലാം താൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കുള്ള ഭിന്നതയാണോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ MLA പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമാണ് ഈ ഒരു പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തന്റെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ താൻ MLA സ്ഥാനം വരെ രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം അടക്കം ഉണ്ണികൃഷ്ണൻ MLA പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നത് എന്ന കാര്യം വിശദമാക്കിയ സമയത്തടക്കം പ്രതിപക്ഷം ഒന്നാം ഉന്നയിച്ച ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവടക്കം ഉന്നയിക്കുകയുണ്ടായി. CPI ഹാൻഡിലുകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നിട്ടുള്ളത്. അതെങ്ങനെ വന്നു എന്ന് CPIM അന്വേഷിക്കട്ടെ. അങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് CPIM ആണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പരസ്പരമുള്ള ആ ഒരു തർക്കം രൂക്ഷമായി തന്നെ നടക്കുന്നുണ്ട്. തനിക്കെതിരെയുള്ള ആരോപണത്തിൽ ഇപ്പോഴും MLA കൃത്യമായി പറയുന്നത് പറവൂരിൽ തന്നെയാണ്. എന്നാൽ പ്രതിപക്ഷം ഇത് ആണെങ്കിൽ പോലും CPIM ഹാൻഡിലുകളിൽ നിന്നാണ് ആദ്യം വന്നത്. ശേഷമാണ് പ്രാദേശിക നേതാക്കളുടെ അടക്കം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം പുറത്തു വരുന്നത്. വാർത്തകളിലും ചാനലുകളിലൊക്കെ വന്നതിന് ശേഷമാണ് ഇക്കാര്യം പുറത്തു വന്നത് എന്നൊരു കാര്യമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണ പുരോഗതി എന്ന് പറയുന്നത് വലിയത് തന്നെയാണ്. വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. കുറെ പേരെയെല്ലാം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം പ്രതികളായവർക്കെല്ലാം വിളിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഹാജരാവാൻ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി കേന്ദ്രീകരിച്ചു വന്ന മറ്റൊരു പരാതിയാണ് ഈ ഗോപാലകൃഷ്ണൻ പ്രാദേശിക നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ ഭാര്യ CPI ഹാൻഡിലുകളിൽ നിന്ന് തനിക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാതി കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്തായാലും അന്വേഷണം കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമായിരിക്കും സൈബർ പോലീസിന് പരാതി കൈമാറുകയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അക്കാര്യത്തിൽ എന്തായാലും കൂടുതൽ അന്വേഷണം ഇനി നടന്നതിന് ശേഷമായിരിക്കും എന്നുള്ളൊരു കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അവരുടെ പരാതിയിൽ തനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളൊരു കാര്യമാണ് ഉണ്ണികൃഷ്ണൻ MLA പറഞ്ഞത്. അവരെ ആരും അങ്ങനെ ആക്രമിച്ചതായിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല എന്നുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഒരു പരാതി നൽകിയത് എന്നുള്ളൊരു കാര്യം അടക്കം ഉണ്ണികൃഷ്ണൻ MLA പറയുകയുണ്ടായി. അപ്പൊ എന്തായാലും പരസ്പരമുള്ള ആ ഒരു പോര് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഒരു വഴിക്ക് അന്വേഷണവും നീങ്ങുന്നുണ്ട്. കാളിദാസ്. ശരി, വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.